കർത്താവിലെ ഏറ്റവും പ്രിയമുള്ളവരെ, നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായി വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24 അധ്യായം 36 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ. സെയിന്റ് ലൂക്ക് ചാപ്റ്റർ 24 verses 36 to 49. ജീസസ് ദ വൂണ്ടഡ് ഹീലർ. യേശു മുറിവേറ്റ സൗഖ്യദായകൻ. ഇതാണ് ഇന്നത്തെ ചിന്ത വിഷയം. ഹെൻറി ന്യൂവൻ തൻ്റെ പ്രസിദ്ധമായ പുസ്തകത്തിന് നൽകിയ പേരാണ് ദ വൂണ്ടഡ് ഹീലർ. യേശുവിൻ്റെ മുറിവുകളിലൂടെ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ജീവിതാനുഭവങ്ങളെ വിവരിക്കുന്ന മനോഹരമായ ഒരു പുസ്തകമാണ്. ഇന്ന് നാം വായിച്ചു കേട്ട ഈ വേദഭാഗത്ത് കർത്താവ് എമ്മൗസ് അനുഭവത്തിന് ശേഷം ശിഷ്യർക്ക് പ്രത്യക്ഷനായി അവരോട് സംവദിക്കുന്ന ഒരു രംഗമാണ് വിവരിച്ചിരിക്കുന്നത്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ കൈയും കാലും അവരെ കാണിച്ചു. And when he had said this, he showed them his hands and his feet. Verse 40. Jesus showed the disciples his wounds. യേശുവിൻ്റെ മുറിവുകൾ എന്തായിരുന്നു, അല്ലെങ്കിൽ യേശുവിൻ്റെ മുറിവുകൾ എന്ത് സന്ദേശമാണ് ലോകത്തിന് നമുക്ക് നൽകുവാനായിട്ട് ഉള്ളത്? They were the wounds made by the nails and the lance. കുന്തം കൊണ്ടും ആണികൾ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ട മുറിവുകളായിരുന്നു ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ മുറിവുകൾ. Jesus, even after his resurrection, still carried his wounds. Since he had a glorified body, he could have dispensed and disposed of these wounds. യേശു തൻ്റെ മഹത്വകരമായ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷവും തൻ്റെ ശരീരത്തിലെ മുറിവുകൾ വഹിച്ചിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. തനിക്ക് മഹത്വീകരിക്കപ്പെട്ട ഒരു ശരീരം ലഭിച്ചപ്പോൾ നിശ്ചയമായും മുറിവുകളുള്ള ശരീരത്തെ ഉപേക്ഷിക്കേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നാം. ബട്ട് ഹി സ്റ്റിൽ ക്യാരിഡ് ദം വിത്ത് ഹിം. എന്നാൽ യേശു തൻ്റെ മുറിവുകളുള്ള ശരീരത്തെ ഉയർപ്പിന് ശേഷവും വഹിക്കുന്നു എന്നുള്ളത് എന്ത് സന്ദേശമാണ് നമുക്ക് നൽകുന്നത്? 3 ചിന്തകൾ ഒരുമിച്ച് പങ്കുവയ്ക്കട്ടെ. The wounds of Jesus are the wounds of his identity. യേശുക്രിസ്തുവിൻ്റെ മുറിവുകൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളാണ്. The wounds of Jesus are the infallible proofs that it was the same person. This is the same Jesus who walked with the disciples for the last 3 years. This is the same Jesus whom the disciples deserted when he was arrested, condemned, and crucified. This is the same Jesus when they unfastened from the cross and placed his body in the tomb. The wounds of Jesus were one of the living physical connections between the Jesus before his death and Jesus after his resurrection. തങ്ങളോട് കൂടെ നടന്ന അതേ ക്രിസ്തു തങ്ങളുടെ കൺമുൻപിൽ വെച്ച് പിടിക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും കുരിശിൽ നിന്ന് ഇറക്കി കല്ലറയിൽ അടക്കപ്പെടുകയും ചെയ്ത അതേ ക്രിസ്തു. ഈ ഒരു ബന്ധം, ഈ ഒരു അനുഭവം ശിഷ്യർക്ക് പകർന്നു നൽകാനാണ് യേശു ഉയർപ്പിന് ശേഷവും തൻ്റെ ശരീരത്തിൽ മുറിവുകളെ സൂക്ഷിച്ചത്.
To prove his identity, Jesus showed the disciples his wounds. The wounds of Jesus are the wounds of his identity. ഇത് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ അറിയേണ്ടത്. നിങ്ങൾക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റ, നിങ്ങൾക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട അതേ ശരീരമാണിത് എന്ന് ശിഷ്യരെ ബോധ്യപ്പെടുത്തുവാനാണ് ക്രിസ്തു തൻ്റെ മഹത്വകരമായ ഉയർപ്പിന് ശേഷവും മുറിവുകളെ തൻ്റെ ശരീരത്തിൽ സൂക്ഷിച്ചത്. എന്താണ് ഈ മുറിവുകൾക്ക് നമ്മോട് പറയാനുള്ളത്? യേശുവിൻ്റെ വ്യക്തിത്വം, അവൻ്റെ തനിമ, അവൻ്റെ മുറിവുകളാണെങ്കിൽ അവൻ്റെ അനുയായികളായ നമ്മുടെ തനിമയും നമ്മുടെ വ്യക്തിത്വവും മുറിവുകളിൽ നിന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കുകയില്ല. Where are our wounds of identity? എവിടെയാണ് നമ്മുടെ ശരീരത്തിൽ മുറിവുകളുടെ അടയാളം? If you are a mother of a family, where are the wounds of your motherhood? ഒരു അമ്മ എന്ന നിലയിൽ കുടുംബത്തിന് വേണ്ടി സഹിച്ച മുറിവുകൾ അടയാളങ്ങളായിട്ടുണ്ടോ? What are the sufferings you have undergone as the mother of the family? ഒരു അമ്മ എന്ന നിലയിൽ കുടുംബത്തിന് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഏറ്റതായ മുറിവുകളെ കാട്ടിക്കൊടുക്കുവാനുള്ള അമ്മമാർക്ക് തൻ്റെ തലമുറയെ നേടുവാനായി സാധിക്കും. If you are a father of the family, where are your wounds of fatherhood? ഒരു പിതാവെന്ന നിലയിൽ ഏറ്റതായ മുറിവുകൾ കുഞ്ഞുങ്ങൾക്ക് കാട്ടിക്കൊടുക്കാനുണ്ടോ? Or if you are a Christian, where are your wounds which you have suffered as a Christian? Show your identifying wounds. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ക്രിസ്തുവിൻ്റെ പ്രമാണങ്ങൾക്ക് വേണ്ടി ഏറ്റ ഒരു മുറിവെങ്കിലും ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ? ഇല്ലെങ്കിൽ എങ്ങനെയാണ് മുറിവേറ്റ ക്രിസ്തുവിൻ്റെ അനുയായികളായി നമുക്ക് ഈ ലോകത്തിൽ ജീവിപ്പാൻ സാധിക്കുന്നത്? റോഡരികിലുള്ള മയിൽക്കുറ്റിയും ക്ഷേത്രത്തിലെ വിഗ്രഹവും ഒരിക്കൽ ഒരേ പാറയുടെ രണ്ട് ഭാഗങ്ങളായിരുന്നു. എന്നെ എന്തുകൊണ്ട് ആളുകൾ വന്ന് പൂജിക്കുന്നില്ല എന്നതാണ് സർവേക്കല്ലിൻ്റെ പരാതി. ക്ഷേത്രത്തിലെ കല്ല് പൂജ്യമായ വിഗ്രഹമായതിൻ്റെ പിന്നിൽ അതേറ്റെടുത്ത വേദനയ്ക്ക് കണക്കില്ല. ആ കല്ലിനെ വിഗ്രഹമാക്കാനുള്ള ശില്പിയുടെ പരിശ്രമത്തിൽ എന്തുമാത്രം വേദന ആ കല്ല് സഹിച്ചു. മൂർച്ചയുള്ള ഉളി കൊണ്ടും കാഠിന്യമേറിയ ചുറ്റിക കൊണ്ടുമാണ് കല്ലിനെ വിഗ്രഹമാക്കിയെടുക്കുന്നത്. ഈ വേദനയും മുറിവുമേൽക്കാൻ തയ്യാറല്ലാത്ത കല്ലിന് കല്ലായി തന്നെ അവശേഷിക്കാനേ സാധിക്കുകയുള്ളൂ. പൂജ്യനാകാൻ പൂജ്യമായേ തീരുകയുള്ളൂ. മുറിവേൽക്കാതെ ക്രിസ്ത്യാനിയാകാൻ ആവില്ല. Where are our wounds of identity? ഇന്ന് ലോകം പലതരത്തിൽ മുറിയപ്പെട്ടിരിക്കും. മുറിവേറ്റ ഈ ലോകത്തെ സുഖപ്പെടുത്തുവാൻ, നമ്മുടെ ശരീരത്തിൽ മുറിവുകളേൽക്കുവാൻ നാം തയ്യാറെങ്കിലേ സാധിക്കുകയുള്ളൂ. ഇന്ന് അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കും. അനേക ബന്ധങ്ങൾ ഉലഞ്ഞിരിക്കും. എങ്ങനെയാണ് ഇവിടെ ഒരു അനുരഞ്ജനവും ഒരു വീണ്ടെടുപ്പും സാധിക്കുന്നത്? മുറിവേൽക്കാൻ തയ്യാറുള്ളൊരു സമൂഹത്തിന് മാത്രമേ മുറിപ്പാടുകളെ ഉണക്കുവാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളായി മുറിവുകൾ ഉണ്ടാകുമ്പോഴാണ്, മുറിവുകൾ സഹിക്കുവാനുള്ള സന്നദ്ധത ഉണ്ടാകുമ്പോഴാണ് നാം യഥാർത്ഥ ക്രിസ്ത്യാനിയായി തീരുന്നത്. രണ്ടാമതായി, ജീസസ് wounds are the wounds of his love. അവൻ്റെ മുറിവുകൾ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളാണ്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ നൽകുന്നു. I am the good shepherd. The good shepherd lays down his life for the sheep. Jesus never avoided suffering. In the Garden of Gethsemane, when he was arrested, Peter took a sword and cut off the right high priest's slave's ear. Jesus rebuked Peter and said to him, put your sword back into its place, for all who take the sword will perish by it. കർത്താവ് ഒരിക്കലും സഹനങ്ങളെ ഒഴിവാക്കിയിരുന്നില്ല എന്നാണ് നാം കാണുന്നത്. മറിച്ച് സഹനങ്ങളെ സ്വീകരിക്കുന്ന സ്വഭാവമായിരുന്നു ക്രിസ്തുവിൻ്റേത്. ഗത്സമന തോട്ടത്തിൽ പടയാളികൾ അവനെ അറസ്റ്റ് ചെയ്യുമ്പോൾ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്ന പത്രോസിനോട് കർത്താവ് പറയുന്നത്, നിന്റെ വാൾ ഉറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും എന്നാണ്. എന്നിട്ടവൻ ചോദിക്കുന്നുണ്ട്, എനിക്കെൻ്റെ പിതാവിനോട് ആവശ്യപ്പെട്ടാൽ ആവശ്യത്തിലധികം പടയാളികളെ ലഭിക്കയില്ല എന്ന് നീ വിശ്വസിക്കുന്നുണ്ട്? Jesus suffered and bore his wounds not out of force or compulsion, but out of love for us. യേശു തൻ്റെ ശരീരത്തിൽ മുറിവുകളും വേദനകളും ഏറ്റുവാങ്ങിയത് നിർബന്ധം കൊണ്ടോ മറ്റുള്ളവരുടെ പ്രേരണ കൊണ്ടോ അല്ല, മറിച്ച് നമ്മോടുള്ള സ്നേഹം കൊണ്ടാണ്. Those wounds were the marks of his love. They were the tokens of his love. ഇതവന്റെ സ്നേഹത്തിന്റെ അടയാളമാണ്. അതുകൊണ്ടാണ് ഒരു ചിന്തകൻ പറയുന്നത്, ക്രിസ്തുവിനെ കുരിശിൽ താങ്ങി നിർത്തിയത് 3 ആണികളല്ല, മറിച്ച് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള അടങ്ങാത്ത ദാഹമാണ്. ലോകത്തെ സ്നേഹിക്കുന്ന സ്നേഹം മൂലമാണ് കുരിശിൽ അവൻ തൂങ്ങി നിന്നത്, അല്ലാതെ ആണികളല്ല അവനെ തൂക്കി നിർത്തിയത് എന്നാണ്. യഥാർത്ഥ സ്നേഹം മുറിവേൽക്കുന്നതാണ്. യഥാർത്ഥ സ്നേഹം മുറിവുകൾ ഏറ്റെടുക്കുന്നതാണ്. അതുകൊണ്ടാണ് ഖലീൽ ജിബ്രാൻ ഇങ്ങനെ പാടിയത്, Who can separate wounds from love? സ്നേഹത്തെ മുറിവുകളിൽ നിന്ന് വേർപെടുത്തുവാൻ ആർക്ക് കഴിയും എന്ന്. ഇന്ന് നമുക്കറിയാം, കൊറോണ എന്ന മഹാവ്യാധി ലോകത്തെ ഗ്രസിച്ചിരിക്കുകയാണ്. ഇന്ന് അനേക ആളുകൾ പ്രാണന് വേണ്ടി പിടയുന്ന കാഴ്ചയാണ്. എന്നാൽ അവിടെയൊക്കെ സ്വന്തം കുടുംബത്തെ മറന്ന്, സ്വന്തം വേദനകൾ മറന്ന്, സ്വന്തം ജീവനെ മറന്ന് മറ്റുള്ളവരുടെ വേദനകളെ ഏറ്റുവാങ്ങുന്ന അനേകം ആളുകളെ ഈ നാളുകൾ നമുക്ക് കാട്ടിത്തന്നു. പ്രായം ചെന്ന ഒരു വൈദികൻ തൻ്റെ അടുത്ത് ഉള്ള ബെഡിൽ കിടക്കുന്ന ചെറുപ്പക്കാരനായ മനുഷ്യൻ ശ്വാസം കിട്ടാതെ പിടയുന്നത് കണ്ടപ്പോൾ തനിക്ക് ഫിറ്റ് ചെയ്തിരുന്ന വെന്റിലേറ്റർ സപ്പോർട്ട് അദ്ദേഹത്തിന് കൊടുത്തിട്ട് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട കാഴ്ച നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഉണ്ടായി.
പിഞ്ചു കുഞ്ഞുങ്ങളെ വീട്ടിലിട്ടിട്ട് 18, 20, 30 ദിവസങ്ങൾ ഹോസ്പിറ്റലിൽ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്ന ധാരാളം നേഴ്സുമാരുടെ മുഖങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. മറ്റുള്ളവർക്ക് വേണ്ടി മുറിവുകൾ സഹിക്കുവാനുള്ള സന്നദ്ധതയാണ് ക്രിസ്തു ശിഷ്യർക്ക് ഉണ്ടാകേണ്ടത്. ഇന്ന് അനേക ആളുകൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നു. സാമ്പത്തികമായ വലിയ പ്രതിസന്ധിയിലൂടെ അനേകർ കടന്നു പോകുന്നു. അവരോടൊക്കെയുള്ള നമ്മുടെ മനോഭാവം എന്ത്? നമ്മുടെ ഭവനങ്ങളിലൊക്കെ തൂക്കുന്നതിനും തുടയ്ക്കുന്നതിനും വന്നിരുന്ന ആളുകൾ ജോലിക്ക് വരാൻ കഴിയാതെ അവരവരുടെ മുറികളിൽ അടച്ചിരിക്കും. അവരുടെ വിശപ്പെന്ന മുറിവിനെ, അവരുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ദങ്ങളെന്ന മുറിവിനെ നമ്മുടെ മുറിവുകളായി കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കൊച്ചു കൊച്ചു തൊഴിലുകൾ ചെയ്ത് നമ്മെ സൗകര്യമുള്ളവരാക്കിക്കൊണ്ടിരുന്ന അനേക ആളുകൾ ഇന്നത് ചെയ്യാൻ നിർവാഹമില്ലാതെ അവരെവിടെയാണെന്ന് പോലും നാം അറിയുന്നില്ല. അവരെക്കുറിച്ചുള്ള ഒരു അന്വേഷണം നമ്മുടെ ജീവിതത്തിൻ്റെ സാക്ഷ്യത്തിൻ്റെ ഭാഗമായി തീരേണ്ടതല്ലേ? സ്നേഹത്തെ മുറിവുകളിൽ നിന്ന് വേർപിരിക്കുവാൻ ആർക്ക് കഴിയും? മൂന്നാമതായി, they are the wounds of healing. യേശുവിൻ്റെ മുറിവുകൾ സൗഖ്യദായകമായ മുറിവുകളാണ്. The wounds of Jesus are not running sores. They are not the festering wounds filled with pus and bacteria. They are healed wounds. They are holy and salvific wounds. യേശുവിൻ്റെ മുറിവുകൾ പൊട്ടിയൊലിക്കുന്ന മുറിവുകളല്ല, ചലവും ദുർഗന്ധവും വമിപ്പിക്കുന്ന അണുക്കൾ നിറഞ്ഞ മുറിവുകളല്ല. അത് സൗഖ്യമാക്കപ്പെട്ട മുറിവുകളാണ്. ആ മുറിവുകൾ വിശുദ്ധവും രക്ഷാദായകവുമായ മുറിവുകളാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ ഐശയ ഇങ്ങനെ പറയുന്നത്: ഐശയ 53:5, എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. He was wounded for our transgressions, and by his wounds we have been healed. Through the wounds of Jesus, our broken relationship with the Heavenly Father is healed. Through the wounds of Jesus, our broken relationships with one another is rectified. യേശുവിൻ്റെ മുറിവുകളിലൂടെ സാധ്യമായ ഏറ്റവും വലിയ കാര്യം പിതാവാം ദൈവവും മാനവരാശിയും തമ്മിലുള്ള അകൽച്ചയ്ക്ക് അറുതി വന്നു എന്നുള്ളതാണ്. അന്യോന്യമുള്ള അകൽച്ചകൾക്ക് ആ മുറിവുകളിലൂടെ സൗഖ്യം ലഭിച്ചു എന്നാണ്. അനുരഞ്ജനത്തിൻ്റെ ഒരു വലിയ അനുഭവത്തെയാണ് നാം ഇവിടെ കാണുന്നത്. Only a pierced hand can heal the sinner's wound. തുളയ്ക്കപ്പെട്ട കരങ്ങൾക്ക് മാത്രമേ പാപിയുടെ മുറിവുകളെ കരയിപ്പിക്കുവാനായി സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ ശരീരത്തിലെ മുറിവ് കണ്ടപ്പോഴാണ് തോമസിൻ്റെ വിശ്വാസമില്ലായ്മയുടെ മുറിവ് ഉണങ്ങിയത്. അതുകൊണ്ട് അനുഗ്രഹീതമായ സൗഖ്യം നൽകാൻ എനിക്കും ഉണ്ടാകണം,
മുറിവുകൾ. മുറിവേൽക്കാതെ ആർക്കും ആരെയും സുഖപ്പെടുത്താനാവില്ല. ശുശ്രൂഷയ്ക്ക് ഇറങ്ങുന്ന ആർക്കും കിട്ടും മുറിവുകൾ. ആശ്വസിപ്പിച്ചതിൻ്റെ, കരുണ കാണിച്ചതിൻ്റെ, തുണയായതിൻ്റെ, ഏറ്റെടുത്തതിൻ്റെ, വിട്ടുകൊടുത്തതിൻ്റെ മുറിപ്പാടുകൾ. അതുകൊണ്ടാണ് കാൾവിൻ മില്ലർ പറയുന്നത്, രക്ഷിക്കാൻ ഉയർത്തുന്ന കരങ്ങൾ എപ്പോഴും മുറിവേറ്റവയായിരിക്കും. രക്ഷിക്കാൻ ഉയർത്തുന്ന കരങ്ങൾ എപ്പോഴും മുറിവേറ്റവയായിരിക്കും. ബിഷപ്പ് ഫുൾട്ടൻ ഷീൻ ഇങ്ങനെ പറഞ്ഞു, യഥാർത്ഥ ക്രിസ്തു മുറിവേറ്റ ക്രിസ്തുവാണ്. യഥാർത്ഥ സഭ മുറിവേറ്റ സഭയാണ്. യഥാർത്ഥ ക്രൈസ്തവർ മുറിപ്പാടുള്ള മനുഷ്യരാണ്. The real Christ is the wounded Christ. The real Christian is the wounded Christian. The real church is the wounded church. Becoming wounded for Christ is the real expression of our faith in resurrected Jesus. അതുകൊണ്ട് ക്രിസ്തുവിന് വേണ്ടി മുറിവേൽക്കാനുള്ള സന്നദ്ധതയാണ് നാം അവൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷികളാണെന്നതിൻ്റെ തെളിവ്. യേശുവിൻ്റെ മുറിവുകൾ അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടയാളങ്ങളായിരുന്നു. എങ്കിൽ നമ്മുടെ ശരീരത്തിലെ മുറിവുകൾ എവിടെ? യേശുവിൻ്റെ മുറിവുകൾ അവൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനങ്ങളായിരുന്നു. മറ്റുള്ളവരെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരു മുറിവെങ്കിലും ഉണ്ടോ നമ്മുടെ ശരീരത്തിൽ? യേശുവിൻ്റെ മുറിവുകൾ സൗഖ്യദായകമായ മുറിവുകളായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റ മുറിവുകളിലൂടെ ആരെയെങ്കിലും സുഖപ്പെടുത്താനായി നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കാം. Lord Jesus, give us wounds and help us to heal the wounded through our wounds. ക്രിസ്തുവേ, ഞങ്ങൾക്ക് മുറിവുകളെ തരിക. ആ മുറിവുകളിലൂടെ മുറിപ്പെട്ടവരെ സുഖപ്പെടുത്തുവാൻ ഞങ്ങൾ പരിശ്രമിക്കട്ടെ. God, please reveal the wounds in my life. എൻ്റെ മുറിവുകളെ എനിക്ക് വെളിപ്പെടുത്തി തരിക. മനോഹരമായ ഒരു ഗീതമുണ്ട്. Wounded for me, wounded for me. There on the cross he was wounded for me. Gone my transgressions and now I am free. All because Jesus was wounded for me. എനിക്ക് വേണ്ടി മുറിവേറ്റ കർത്താവേ, നിന്റെ മുറിവുകളാൽ എനിക്ക് സൗഖ്യം വന്നതുപോലെ, നിന്റെ മുറിവുകളാൽ ഞാൻ ആശ്വസിപ്പിക്കപ്പെട്ടതുപോലെ, നിന്റെ മുറിവുകളാൽ ഞാൻ സ്നേഹിക്കപ്പെട്ടതുപോലെ, മറ്റുള്ളവരുടെ മുറിവുകളെ ഉണക്കുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ, മറ്റുള്ളവർക്ക് വേണ്ടി മുറിയപ്പെടുവാനുള്ള ഒരു സന്നദ്ധത എനിക്കും തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.